ഈ ഓണത്തിന് നമ്മുടെ വിപണിയിൽ നിറയുന്നത് അന്യസംസ്ഥാനത്തു നിന്നുള്ള പൂക്കൾ തന്നെ. ഹൈദരാബാദിൽ നിന്നാണ് മലപ്പുറത്തെ വിപണിയിലേക്ക് ഏറ്റവും അധികം പൂക്കൾ എത്തുന്നത്. അപ്രതീക്ഷിത മഴ നാട്ടിലെ പൂകൃഷിയെ കാര്യമായി ബാധിച്ചപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വൈവിധ്യമാർന്ന പൂക്കൾ ചെണ്ടുമല്ലിക്കും വാടാമല്ലിക്കും അരളിക്കും ഒക്കെ ഒപ്പം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഓണക്കാലം പൂക്കാലമാണ്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടുപുറത്തെ പൂക്കൾക്കാണ് വലിയ ഡിമാൻഡെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ ചെണ്ടുമല്ലിയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പൂക്കളൊക്കെയാണ് ഓണവിപണിയെ ഭരിക്കുന്നത്. നമ്മൾ മലപ്പുറത്തെ അമൃതയുടെയും നിഖിലിൻ്റെയും കടയിലാണുള്ളത്. അവരുടെ ഒരു എല്ലാ വർഷവും 8ാം വർഷമാണ് അവരെല്ലാ ഈ ഒരു ഓണക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രത്യേക സ്റ്റാളുകളൊക്കെ നടത്തുന്നത്. നമുക്ക് എന്താണ് ഇത്തവണത്തെ പൂക്കളുടെ ട്രെൻഡ് എന്നൊക്കെ അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തൊക്കെ? കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഓർഡറുകളൊക്കെ ഓഫീസുകളിലൊക്കെ മത്സരങ്ങൾ ആയി തുടങ്ങണുള്ളൂ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സ്കൂളുകൾ. ഏത് പൂവിനാണ് വലിയ ഡിമാൻഡ് ഉള്ളത്? കൂടുതലും മൂവിങ് ഉള്ളത് നമുക്ക് ചെണ്ടുമല്ലിയാണ്. 2 കളർ ചെണ്ടുമല്ലി, ഓറഞ്ച് ആൻഡ് യെല്ലോ. പിന്നെ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു കളർ എന്ന് പറയുന്നത് വയലറ്റ് ആസ്ട്ര. ഇതാണ് വയലറ്റ് ആസ്ട്ര. ഇതാണ് കൂടുതലും മൂവിങ് ഉള്ളൊരു ആളുകൾ ചോദിച്ചു വരുന്നൊരു കളർ എന്ന് പറയുന്നത്. അതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. അതിലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഇത് ഏതാ പൂ വരുന്നത്? അത് വയലറ്റ് ജമന്തി. വെള്ള ജമന്തി, വയലറ്റ് ജമന്തി. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ള വേറൊരു കളറാണ് ചോക്ലേറ്റ് ജമന്തി. അതേപോലെ പനിനീറിന്റെ റോസിൽ തന്നെ നമുക്ക് ലൈറ്റ് റെഡും വരുന്നുണ്ട്, അതിന്റെ തന്നെ ഡാർക്ക് റെഡും വരുന്നുണ്ട്. പിന്നെ ചെണ്ടുമല്ലി. പിന്നെ നമുക്ക് കളർ തീമിനനുസരിച്ച് ഗ്രീൻ കളർ കണ്ടിട്ട് നമ്മൾ ലീഫ് കൊടുക്കുന്നുണ്ട്. ഇത്തവണ എവിടുന്നാ പൂക്കൾ കൂടുതൽ? നമുക്ക് ആന്ധ്ര ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഓരോ ഫ്ലവേഴ്സ് നമുക്ക് ഓരോ സംസ്ഥാനത്താണ് വരുന്നത്. ചെണ്ടുമല്ലികളൊക്കെ നമുക്ക് ആന്ധ്ര ആ ഭാഗത്തുനിന്ന്, പിന്നെ അരളി കാര്യങ്ങളൊക്കെ സേലം, അങ്ങനെ പലതും പല സംസ്ഥാനം. ഇല്ല, ഗുണ്ടൽപേട്ടെന്ന് നമ്മൾ എടുക്കണില്ല. അവിടുത്തെ ഫ്ലവറിന്റെ ക്വാളിറ്റിക്ക് മാറ്റമുണ്ട്. നമ്മൾ എടുക്കുന്നത് ഹൈബ്രിഡ് പൂക്കളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഹൈബ്രിഡ് പൂക്കള് ഗുണ്ടൽപേട്ട ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ എത്ര ദിവസം വാടാതിരിക്കും? ചെണ്ടുമല്ലിയൊക്കെ 1 വീക്ക് എന്തായാലും കുഴപ്പമില്ലാതെ ഇരിക്കും. എല്ലാം 2-3 ദിവസം എന്തായാലും. നാട്ടില് പൂക്കൾ കുറവാണ് ഇത്തവണ. അതെ, നാട്ടിൽ പൂക്കൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതി വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ചെണ്ടുമല്ലി തോട്ടങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മളെ ഈ ഭാഗത്ത് തന്നെ വേങ്ങര ആ ഭാഗത്തൊക്കെ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ മഴ കൂടി പെയ്തുകൊണ്ട് ആ പ്രളയം കൂടി വന്നുകൊണ്ട് അതെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാ വിലയൊക്കെ തവണ കൂടിയിട്ടുണ്ടോ പൂക്കളുടെയൊക്കെ? വില കൂടിയിട്ടില്ല. ആ ഒരു കഴിഞ്ഞ വർഷത്തെ നോർമൽ. വെള്ളം നമുക്ക് വരുന്നത് ചെണ്ടുമല്ലി 160 രൂപയാണ്. ഏറ്റവും റേറ്റ് കൂടുതലായിട്ടുള്ളത് വൈറ്റ് ജമന്തി. വൈറ്റിൽ തന്നെ നമുക്ക് 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒന്ന് പ്യുവർ വൈറ്റും വരുന്നുണ്ട്, ഓഫ് വൈറ്റും വരുന്നുണ്ട്. ഓഫ് വൈറ്റിന് കിലോ 600 രൂപ, പ്യുവർ വൈറ്റ് 700 ആ ഒരു ലെവൽ. പിന്നെ ആഷ്ട്രയ്ക്ക് 600 രൂപ, ചോക്ലേറ്റ് ജമന്തി 400 രൂപ ആ ഒരു റേറ്റിലാണ്. റോസ് പനീർ റോസ് 450, റെഡ് റോസ് 400, വാടാമല്ലി 200, അരളി 550. ഡെയിലി മാർക്കറ്റ് ആണ്. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ ഓരോ ദിവസം കഴിയുന്നതോറും പൂവിന്റെ റേറ്റിൽ മാറ്റം. ഓണത്തിന്റെ അടുപ്പിക്കുമ്പോൾ ഓണത്തിന്റെ അടുപ്പിച്ച് ഉത്രാടത്തിന്റെ ആ സമയമൊക്കെ വരുമ്പോഴേക്ക് റേറ്റ് കൂടാനാണ് സാധ്യത. കിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കിറ്റ് നമ്മൾ 100 രൂപ മുതൽ കിറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ആളുകൾക്ക് വേണ്ട അനുസരിച്ച് നമ്മൾ കിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിനിമം 100 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും? മിനിമം 100 രൂപയ്ക്ക് 7 കളർ ഫ്ലവേഴ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 മല്ലികകളുണ്ട്, റെഡ് റോസ്, വൈറ്റ് ജമന്തി, ആഷ്ട്ര, അരളി, പനീർ റോസ്, അങ്ങനെ 7ഓളം കളർ ഫ്ലവേഴ്സുകളാണ് കിറ്റിലുള്ളത്. ഇനിയിപ്പോ ഉള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരിക ഈ കോളേജിലേക്കാണ്. കോളേജിന്റെ ഒക്കെ ട്രെൻഡ് എങ്ങനെയാ? കുട്ടികളുടെ ഏത് പൂക്കളാ കൂടുതലായിട്ട്? കുട്ടികളെ നമുക്ക് മൂവിങ് അധികം കൊണ്ടുപോകുന്നത് ചെണ്ടുമല്ലിയാണ്. ഡിസൈനൊക്കെ ആയിട്ട് വരാറുണ്ടോ? ഡിസൈനായിട്ട് വരും. നമ്മൾ അതിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ച് അവർ കൊണ്ടുപോകും. പോക്കറ്റ് കയറും ഇത്തവണത്തെ ഓണത്തെ പൂക്കള്? ഉഷാറായിട്ട് എന്തായാലും. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആ പൂവിന് വലിയ ഡിമാൻഡായിരിക്കും ഉണ്ടാവുക. കാരണം ഓരോ തവണയും ഓണാഘോഷം വ്യത്യസ്തമാക്കാൻ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് പൂക്കളോട്ട് മത്സരിക്കുക. അപ്പോൾ പൂക്കളത്തിൻ്റെ മത്സരത്തിന് കാലമൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി ഈ പൂക്കളൊക്കെ വലിയ ഡിമാൻഡായിരിക്കും. ഇപ്പോഴത്തെ വില ആയിരിക്കില്ല 2 ദിവസം കഴിയുമ്പോൾ. എന്താണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടിൽ പൂവ് അധികം കിട്ടാനില്ല എന്നതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളെയാണ് പൂവിന് ഇത്തവണത്തെ വിപണി ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു പൂക്കള വിപണിയിൽ ഒരുപാട് പുതിയ ഇനം പൂക്കൾ കൂടി എത്തുന്നതോടെ ഇത്തവണത്തെ ഓണം
കളറാകുന്നുണ്ടെന്ന് പറയാതെ പറ്റില്ല. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.